അപ്പം നമ്മൾ റിഗ്രഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് ഫസ്റ്റ്ലി തന്നെ പറഞ്ഞിരിക്കുന്നത് മീൻസ് വി ആർ ട്രൈങ് ടു പ്രിഡിക്ട് ദ സ്റ്റോക്ക് പ്രൈസ് ഓഫ് എ കമ്പനി ബേസ്ഡ് ഓൺ ഇറ്റ്സ് റവന്യൂ. മീൻസ് റവന്യൂവിന് ബേസാണ് ചെയ്തിരിക്കുന്നത്. അപ്പം റവന്യൂ പറഞ്ഞ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, സ്റ്റോക്ക് പ്രൈസ് പറഞ്ഞ ഡിപ്പെൻഡൻ്റ് ആണ്. ബിക്കോസ് സ്റ്റോക്ക് പ്രൈസിനെയാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ എ തന്നെ നമ്മുടെ വെറും അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പറഞ്ഞ റവന്യൂ ആണ്. ഡിപെൻഡൻറ്റ് വേരിയബിൾ പറഞ്ഞ സ്റ്റോക്ക് പ്രൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് പ്ലോട്ട് സ്കാറ്റർ ഓഫ് ദ അബവ് ഡേറ്റ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ സെലക്ട് ചെയ്യും, ഇൻസേർട്ട് ഫോം, ഇതിനകത്ത് ഫോം ഇത് ചെയ്യും, ക്ലാസ്സിന് സൈൻ ചെയ്യും, രണ്ട് ലൈൻ നോക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിൽ then C പറഞ്ഞ calculate the interpersonal correlation coefficient R. Okay. അപ്പം here since select ചെയ്യുക, comma, select ചെയ്യുക. ഓക്കെ, സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്താ പറയുന്നത്, ഓൾറെഡി ചെയ്തതാ, കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു. അത് വേണമെങ്കിൽ നമുക്ക് എഴുതിയിട്ട് വേറെ എവിടെ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഡി പറഞ്ഞത് കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നോക്കുക നിങ്ങളുടെ ഡേറ്റാ ബേസിൽ ഈ ഡേറ്റ അനാലിസിസ് ഉണ്ടോ ഇല്ലയോ. ഓക്കെ, ഡേറ്റ അനാലിസിസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫയലിനകത്ത് പോകും, ഓപ്ഷൻസിനകത്ത് പോകും, ടീംസിനകത്ത് പോകും, ഡേറ്റ അനാലിസിസ് ക്ലിക്ക് ചെയ്യും, മാനേജിനകത്ത് പോയിട്ട് കോൾ ചെയ്യും. ഇവിടെ ഈ ഡേറ്റ അനാലിസിസ് നമ്മൾ ബ്ലൂ ടിക്ക് ആണോ ഇല്ലയോ നോക്കും. ബ്ലൂ ടിക്ക് അല്ലെങ്കിൽ ബ്ലൂ ടിക്ക് ആക്കുക, ഓക്കെ ചെയ്യുക. പിന്നെ അഗെയിൻ നമ്മൾ ഇവിടെ ഡേറ്റയിൽ വരിക, ഡേറ്റ അനാലിസിസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. നമ്മൾ റിഗ്രഷൻ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ചെയ്യുക. ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡയലോഗ് ബോക്സിനകത്ത് ഫസ്റ്റ് വൈ എക്സസ് പറഞ്ഞ് അപ്പം നമ്മൾ വൈ എക്സസ് ഡേറ്റ ഇടുക, പിന്നെ എക്സ് എക്സസിൻ്റെ ഡേറ്റ ഇടുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ റെസിഡൻഷ്യലിനെ ക്ലിക്ക് ചെയ്യുക, റെസിഡൻറ്റ് പ്ലോട്ട്സിനെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ വേറൊരു പേജിൽ ഇങ്ങനെ ഒരു ഡേറ്റ വരും. നമ്മൾ എന്ത് ചെയ്യും, ഈ ഡേറ്റയെ ഫസ്റ്റ്ലി കോപ്പി ചെയ്യുക. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ടുപോകാം, പേസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ചാർട്ടിനെ കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ കൊണ്ടുവരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഷീറ്റിനെ ഡിലീറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ചോദിക്കുന്നത് interpret the value of coefficient. ഓക്കെ, സോ ദിസ് ഈസ് യുവർ കോഫിഷ്യൻറ്റ്. ഇതിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്. റിഗ്രഷൻ പറഞ്ഞ ആ രണ്ട് വേരിയബിൾ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഒരു വേരിയബിൾ മൂവ് ആവുകയാണെങ്കിൽ മറ്റേ വേരിയബിളിൽ എന്താ ചേഞ്ച് ആകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റിഗ്രഷൻ. ഓക്കെ, അപ്പം എക്സ് വേരിയബിൾ നമ്മുടെ പറഞ്ഞ ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് റവന്യൂ ആണ്. ഓക്കെ, സോ ഈ ഇതിന്റെ ആൻസർ പറഞ്ഞത് നമ്മൾ എവിടെയായിരുന്നു,
coefficient, sorry, correlation coefficient. Sorry. Coefficient നമ്മുടെ കോറിലേഷൻ ഇല്ല, കോയിഫിഷ്യന്റ് എന്നുള്ളൂ കേട്ടോ. coefficient സോറി. ഓക്കെ, അതിന് വാല്യൂ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് if there is a one value റവന്യൂവിനകത്ത് 1 million ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഓക്കെ സ്റ്റോക്ക് പ്രൈസ് 1.99 യൂറോ വെച്ച് ഇൻക്രീസ് ആകും. ഓക്കെ, ദാറ്റ് ഈസ് ദി ഇന്റർപ്രിട്ടേഷൻ. അത് തന്നെ എഴുതി വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, പിന്നെ ഈ ബി വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ ഇത് നമുക്ക് നമുക്ക് ഇവിടെ സിമ്പിൾ കിട്ടും ഇതുപോലെ. ഓക്കെ, സിമ്പിൾ നോക്കാൻ നമ്മൾ ഈ ബീനെ എടുക്കാം. ഐ തിങ്ക് സോ. പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഡി കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഇ, the p value. This is the p value. Okay, ഈ p value പറഞ്ഞാൽ എന്താ 0.05ന്റെ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിന് പറയാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, സോ ഇവിടെ p വാല്യൂ നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന് ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞു നിങ്ങൾ വായിച്ച് അങ്ങനെ തന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇത് പറയുന്നത് the value is p value is less than 0.05, so it is we reject this hypothesis. Okay, so next പറഞ്ഞാൽ നമ്മൾ we have to calculate r square. Okay, അപ്പോൾ r square നമ്മൾ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. r square value. ഓക്കെ, വേണമെങ്കിൽ അങ്ങനെ തന്നെ അതിനകത്ത് ചാറ്റ് ജിപിടിനകത്ത് ഇങ്ങനെ ഇട്ട് നോക്കാം. നമുക്ക് r square ഇത്ര എങ്ങനെയാ പറയാം. ഇതെവിടെ സോറി, ഇതെന്ന് വന്നു, ഇതെവിടെ വന്നു. ചേച്ചി ഇത് അണ്ടു ചെയ്ത് നോക്കി, പോന്ന് നോക്കി. ചേച്ചി ചാറ്റിൽ ഞെക്കിയപ്പോഴാണ് അങ്ങനെ വന്നത്.